ഇപ്പം എനിക്ക് 28 വയസ്സുണ്ട്. അത്രയും ഗ്യാപ്പ്, അത്രയും സമയം എടുത്താണ് ഞാൻ കയറിയത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. നമ്മൾ കിട്ടുന്നിടം വരെ പരിശ്രമിക്കുക. 2023 എൻട്രി ഗോൾഡ് ബാച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. എൻ്റെ മുന്നോട്ടുള്ള പഠനങ്ങളിൽ വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. ഫേവറബിൾ ടൈമിലാണ് എപ്പോഴും ക്ലാസ്സുകൾ വെക്കാറുള്ളത്. എല്ലാവരും അവൈലബിലിറ്റി നോക്കിയിട്ട് പറ്റുന്ന രീതിയിൽ ക്ലാസ്. പിന്നെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല തന്നെ നമുക്ക് വേണ്ടി അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആദ്യമൊക്കെ പ്രിലിംസ് പാസ്സാകുന്നതെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുവേണ്ടി ഇതിനെ കുറേ സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഒരു ഘട്ടത്തിപ്പോഴും നമ്മൾ പ്രിലിംസ് അല്ല നമ്മൾ ക്ലിയർ ആകാൻ തുടങ്ങി. അപ്പം തന്നെ നമുക്ക് ഒരു 50% എല്ലാവരും ഒരു കോൺഫിഡൻസിലേക്ക് വന്നു. എൻട്രി ആപ്പിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഡേ ബൈ ഡേ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. എത്ര എക്സാമുകൾ എഴുതിയിട്ടും ക്ലിയർ ആവുന്നില്ല. പിന്നെ കട്ട് ഓഫിന് അടുത്ത് വരാൻ തുടങ്ങി. അപ്പോഴും ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് നമ്മൾ പോകുമായിരുന്നു. പലപ്പോഴും നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ മെൻറ്റർ എപ്പോഴും കാണാം. നുർവ മിസ് നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ, അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും ബാക്കിൽ നിന്ന്. അങ്ങനെ ഒരു സപ്പോർട്ട് എൻട്രി ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. പിന്നെ മെയിൻസ് ക്ലിയർ ആകാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ക്ലിയർ ആയാലും നമുക്ക് മാർക്ക് അധികം കിട്ടുന്നില്ലായിരുന്നു. ഒരു ദിവസം നമ്മുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എനിക്ക് മനസ്സിലായിരുന്നു. നമുക്ക് ഇന്റർവ്യൂവിന് നമുക്ക് അത്യാവശ്യം സ്കോർ വാങ്ങാനായിട്ട് നമുക്ക് ഉണ്ണികൃഷ്ണ സാറിന്റെ ഇന്റർവ്യൂ എൻട്രി ആകാൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു.